തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ചേതൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചേതൻ, അതായത് ഈ വിമത ശല്യം എന്ന് പറയുന്നത് കൊച്ചിയിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലോ മാത്രമല്ല, അത് സംസ്ഥാനത്തുടനീളം അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ വരുന്നു. അവർ പിന്നീട് വിമതരായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. കാരശ്ശേരിയിലുമൊക്കെ നമ്മൾ അത് കണ്ടതാണ്. എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? തീർച്ചയായും ഭദ്ര, തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയും അതുപോലെ തന്നെ കോഴിക്കോട് നഗരവും. കഴിഞ്ഞ ദിവസം 9,977 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിൽ 4,704 പുരുഷന്മാരും 5,273 പേർ സ്ത്രീകളുമാണ്. മൊത്തം ജില്ലയിൽ 14,249 പത്രികകളാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് ലഭിച്ചത്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിമത ശല്യം കോഴിക്കോട് ജില്ലയിൽ വളരെ രൂക്ഷമായി തുടരുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, മിക്ക സ്ഥാനാർത്ഥികളും LDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഒന്നാം വട്ട ഗൃഹസന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഓട്ടത്തിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. ഈ വിമത ശല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. 5ഓളം വിമതരാണ് ഇവിടെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് UDFിൻ്റെ. അതായത് UDFിൻ്റെ ഇവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അത് പേയ്മെൻറ്റ് സീറ്റാണെന്നാണ് ആരോപണം. അതുമാത്രമല്ല, ഈ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായ അനിതാകുമാരി കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ DCC മെമ്പറും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ MT അഷറഫ്, അതുപോലെ തന്നെ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M സിറാജുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാൽ, കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അക്ഷർ സർക്കാർ, ഷാനിബ് ചോണോട് എന്നിവരാണ് കഴിഞ്ഞ ദിവസം വിമതരായി പത്രിക സമർപ്പിച്ചത്. ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റും DCC നേതൃത്വത്തെ വെല്ലുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. അതുമാത്രമല്ല, ഈ UDFിൻ്റെ സഖ്യകക്ഷി കൂടിയായ RMPയിലും പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. വടകര നഗരസഭ 27-ാം വാർഡിലാണ് RMPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ അവിടുത്തെ RMPയിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ആസാദ് സിംഗ് പത്രിക സമർപ്പിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ തുടക്കം തന്നെ പിഴവ് വന്നിരിക്കുന്നു. കോൺഗ്രസിനും പ്രത്യേകിച്ച് UDFിനും മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ചത് ചലച്ചിത്ര സംവിധായകൻ കൂടിയായ VM വിനുവിനെയായിരുന്നു. എന്നാൽ VM വിനു ഈ വോട്ടർ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു. അതുതന്നെ തുടക്കത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി UDFിന് ഉണ്ടാക്കി. പിന്നീട് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന് പറഞ്ഞ് ഒരു VIP സ്ഥാനാർത്ഥി കല്ലായി ഡിവിഷനിൽ മത്സരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രാദേശിക പ്രവർത്തകനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു DCC നേതൃത്വം. മൊത്തത്തിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലും പരിശോധിച്ചാൽ UDFിൻ്റെ ഗതി അത് ദയനീയമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും ഇന്നലെ പത്രിക നൽകിയ സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധനയും ഉണ്ടാവും. 24-ാം തീയതി വരെ പത്രിക പിൻവലിക്കുവാനുള്ള അവസരം ഉണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൃഹസന്ദർശനമൊക്കെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനും. ഭദ്ര.